എല്ലാവർക്കും SR ക്രിയേഷൻസിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുവാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ജനറൽ നോളജ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും പ്രയോജനകരമായ രീതിയിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി ജനറൽ നോളജ് പാർട്ട് നമ്പർ 1. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. ഡാഷ് ഒരു പ്രൈമറി മെമ്മറി ആണ്. ഡാഷ് ഒരു പ്രൈമറി മെമ്മറി ആണ്. റാം ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ. ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ. വാക്യൂം ട്യൂബ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയാണ് വാക്യൂം ട്യൂബ്. വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത് ആര്? വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത് ആര്? ജോൺ എ ഫ്ലെമിംഗ്. ജോൺ എ ഫ്ലെമിംഗ് ആണ് വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത്. എളുപ്പത്തിൽ പഠിക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസിക്. എളുപ്പത്തിൽ പഠിക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ബേസിക്. കാർഷിക മേഖലയെ സഹായിക്കാൻ IT അധിഷ്ഠിത സേവനത്തിനായി കേരള സർക്കാർ തയ്യാറാക്കിയ വെബ് പോർട്ടൽ. കാർഷിക മേഖലയെ സഹായിക്കാൻ IT അധിഷ്ഠിത സേവനത്തിനായി കേരള സർക്കാർ തയ്യാറാക്കിയ വെബ് പോർട്ടൽ ഈ കൃഷി. കാർഷിക മേഖലയെ സഹായിക്കാൻ IT അധിഷ്ഠിത സേവനത്തിനായി കേരള സർക്കാർ തയ്യാറാക്കിയ വെബ് പോർട്ടലാണ് ഈ കൃഷി. ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയം പ്രവർത്തിക്കാവുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയം പ്രവർത്തിക്കാവുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? മൾട്ടി യൂസർ. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഡോസ്. ബഫർ എന്നറിയപ്പെടുന്നത്. ബഫർ എന്നറിയപ്പെടുന്നത് താൽക്കാലിക സ്റ്റോറേജ്. കമ്പ്യൂട്ടറിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നത് മെമ്മറി യൂണിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന ഭാഷ ഡാഷ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന ഭാഷ ഡാഷ് ആണ്. ബൈനറി സിസ്റ്റം. ബൈനറി സിസ്റ്റം. വളരെയധികം വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുവാൻ ഏറ്റവും ജനപ്രീതി നേടിയ ഭാഷ. വളരെയധികം വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുവാൻ ഏറ്റവും ജനപ്രീതി നേടിയ ഭാഷ കോബോൾ. ആദ്യമായി രൂപപ്പെട്ട കമ്പ്യൂട്ടർ ഭാഷ. ആദ്യമായി രൂപപ്പെട്ട കമ്പ്യൂട്ടർ ഭാഷ ബേസിക്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം 1995. ഇന്ത്യയിലെ ആദ്യ വിവരസാങ്കേതിക വിദ്യാഭ്യാസ ജില്ല. ഇന്ത്യയിലെ ആദ്യ വിവരസാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാട്. കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയ ആദ്യമായി നടപ്പിലാക്കിയ ജില്ല. കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയ ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ബാംഗ്ലൂർ. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഇൻ്റർനെറ്റ്. താഴെ പറയുന്നവയിൽ ബ്രൗസർ അല്ലാത്തത്. താഴെ പറയുന്നവയിൽ ബ്രൗസർ അല്ലാത്തത് ഗൂഗിൾ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം മോണിറ്റർ. കമ്പ്യൂട്ടറിനെ വിവിധ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടറിനെ വിവിധ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഇൻഫർമേഷൻ. 8 ബിറ്റുകൾ ചേർന്ന ഒരു കൂട്ടത്തെ എന്ത് പറയുന്നു? 8 ബിറ്റുകൾ ചേർന്ന ഒരു കൂട്ടത്തെ എന്ത് പറയുന്നു? 1 ബൈറ്റ്. വാണിജ്യാവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഭാഷ. വാണിജ്യാവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഭാഷ കോബോൾ. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് സിമുർക്രേ. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഉത്തരം ലഭിക്കുന്ന ഭാഗം. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഉത്തരം ലഭിക്കുന്ന ഭാഗം ഔട്ട്പുട്ട്. കമ്പ്യൂട്ടർ വൈറസ് ഒരു ഡാഷ് ആണ്. കമ്പ്യൂട്ടർ വൈറസ് ഒരു ഡാഷ് ആണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഫ്ലോപ്പി ഡിസ്ക് കണ്ടെത്തിയത്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടെത്തിയത് അലൻ ഷുഗാർട്ട്. ഡേറ്റ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്നതിന് ഡാഷ് എന്ന് പറയുന്നു.
ഡാറ്റ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ഡാറ്റ പ്രോസസ്സിംഗ്. കമ്പ്യൂട്ടറിൻ്റെ മസ്തിഷ്കം സി പി യു. സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്നത് ഡാഷിൻ്റെ സഹായത്താലാണ്. പ്രോഗ്രാം. സാധാരണ ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ വിവരശേഖരണ പരിധി 1.44 മെഗാബൈറ്റ്. കാലാവസ്ഥാ പഠനത്തിനും എയർക്രാഫ്റ്റ് രൂപകൽപ്പനയ്ക്കും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടർ. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്. സ്വതന്ത്ര വിശ്വവിജ്ഞാനകോശമായ വിക്കിപീഡിയയുടെ സ്ഥാപകൻ ജിമ്മി വെയിൽസ്. കമ്പ്യൂട്ടർ ശാസ്ത്രരംഗത്ത് ഏറ്റവും ഉന്നതമായ ബഹുമതി ട്യൂറിംഗ് അവാർഡ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ തെറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് ഡീബഗർ. കമ്പ്യൂട്ടറിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സി പി യു. ബിഗ് ബ്ലൂ എന്നറിയപ്പെടുന്ന കമ്പനി IBM. ബൂളിയൻ ആൾജിബ്ര രൂപപ്പെടുത്തിയത് ഡാഷിൽ നിന്നാണ്. ബൈനറി ഡിജിറ്റ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാം. സിസ്റ്റം സോഫ്റ്റ്വെയർ. വലിപ്പം കൂടിയതും ശക്തിയേറിയതുമായ കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സെക്കൻഡറി മെമ്മറി ഡിവൈസ് ഏതാണ്? ഫ്ലോപ്പി ഡിസ്ക്. ഇന്റൽ ചിപ്പുകളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ രാജ്യം ചൈന. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? കീബോർഡ്. വിൻഡോസ് എക്സ് പി എന്നത് ഒരു ഡാഷാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Y2K എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ ബഗ്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അളക്കുന്നതിനുള്ള ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ്. വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.